ഇല്ല, അവര് UDF-ലുള്ള കക്ഷിയല്ലല്ലോ, UDF പുറത്ത് നിൽക്കുന്ന കക്ഷി. ശരിയപ്പോ എന്തോരം നേരെ all the mics are here. All the mics are here. Sir, no need to brief the. No need to brief. Okay. Yeah. There's no need to tell the name. Please. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇന്നലെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ത കറുത്ത കാറിന് കുഴപ്പം. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞു. അതിന്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിന്റെയാണ്. എന്റെ വണ്ടി കേടായപ്പോ ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാർ മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാർ മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാർ മേടിച്ചാൽ ആരും ഒന്നും പറയില്ല, മുഖ്യമന്ത്രി പുതിയ കാർ. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നു പോയില്ല, എനിക്ക് ആ കാറിൽ പോകാമല്ലോ. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഈ പറഞ്ഞ എന്താണെന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാം. എനിക്കെന്താ, എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്? ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോൾ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഫുൾ കോൺവോയ് വേണ്ട എന്ന് പോലീസ് ഞാൻ എസ്കോർട്ട് കൂടി വേണ്ട എന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല പോലീസ്. 3 വണ്ടി കൂടുതൽ കോൺവോയിൽ. നേരത്തെ പരാതികൾ 30-40 വണ്ടികൾ, ആംബുലൻസ്, ഒരുപാട്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല. Z+ കാറ്റഗറിയാണ് മുഖ്യമന്ത്രി, Z+ കാറ്റഗറിയാണ്. അപ്പോൾ അത് യൂണിയൻ ഗവൺമെന്റും ഒക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്, അത് പറയുന്നതാണ്. പക്ഷെ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ പൊളിറ്റിക്കൽ പശ്ചാത്തലമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നു, ഒരു 10-30-40 വണ്ടി കൂടി റോഡിൽ കൂടി പോകുന്നു. ഞാനാണ് റോഡിൽ നിന്ന് ആ കാഴ്ച കാണുന്നതെങ്കിൽ ഞാൻ എന്തു വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ദേഷ്യം തോന്നും, എനിക്ക് നിരാശ തോന്നും, എനിക്ക് പുച്ഛം തോന്നും, എനിക്ക് പരിഹസിക്കാൻ തോന്നും, എനിക്ക് ചിരിക്കാൻ തോന്നും, വല്ലാത്ത ദേഷ്യവും വരും, ഇല്ലേ? ഇപ്പം ഞാനാണ് വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിൽ 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളുകളാ. അതൊന്നും വേണ്ടെന്ന് പറയും. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പം ഞാനെടുത്ത തീരുമാനമാണത്. അത് വേറെ ഞാൻ ഭയങ്കര ലാളിത്യക്കാരനാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇപ്പം നമുക്ക് അതൊക്കെ വേണം. ഇതൊന്നുമല്ല. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാറിൽ വന്ന്, അദ്ദേഹം ഭാര്യയായിട്ട് വന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഷോപ്പിങ്ങിന് പോണെ ഞാൻ കണ്ടിട്ടുണ്ട്. 15 കൊല്ലം മുമ്പാണ്. ഞാനപ്പോൾ തലയിൽ കൈവച്ചു. എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഇപ്പം ആലോചിക്കുന്നത്, അങ്ങനെ പോകാൻ പറ്റുന്നൊരു കാലത്തേക്ക് നമ്മുടെ കേരളം കൂടി വരട്ടെ എന്നാണ്. ഏത് വേറെ സമരവും പ്രശ്നവും തടയലും പിടിയിലും ഒക്കെയുള്ള സംസ്ഥാനമാണ് കേരളം, അല്ലേ? അതൊക്കെ കൊണ്ടായിരിക്കാം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സംരക്ഷണവും പിന്നെ പലതരത്തിലുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. എനിക്ക് മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ വാഹനം ഉപയോഗിച്ച തെറ്റു പറയില്ല. അവരൊക്കെ പല സന്നിഗ്ധ ഘട്ടങ്ങൾ കയറി ആ സ്ഥാനത്ത് വന്ന ആളുകളാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പിണറായി വിജയനെ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ പറയില്ല അങ്ങനെ. അദ്ദേഹം ഞാൻ വന്ന സാഹചര്യത്തിൽ വന്ന ആളല്ല. അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ അല്ല ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്കുള്ള സ്റ്റേച്ചർ.
നമ്മളത് കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആകുമ്പോൾ അവർക്കുള്ള സ്റ്റേച്ചറല്ല എനിക്കുള്ളത്. ഞാൻ ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിക്കണ്ട. നമ്മൾ നമ്പർ ഇറക്കുകയാണെന്നോ അല്ല വേണ്ട. അത് നമ്പർ 2 ദിവസം നിൽക്കുള്ളൂ അല്ലേ? അതല്ല. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് ഉറച്ച തീരുമാനം പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല. ശരിയാണ്. ഇനി എന്ത് ഇംഗ്ലീഷ് സോറി. Now, after 60 years, the UDF complete cabinet is going to be swearing tomorrow at 10 o'clock. After 60 years, the complete cabinet. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ തന്നെ ആരൊക്കെയാണ് മന്ത്രിമാർ എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് 60 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി മുഴുവൻ മന്ത്രിസഭയും അധികാരമേൽക്കുന്നു ഒറ്റ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് എന്ന പ്രത്യേകത അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നവാഗതരുടെ വരവ് അതിനെ പോസിറ്റീവായി കാണൂ എന്നത് അദ്ദേഹം പറയുകയാണ്. ഇത് ഈ മന്ത്രിസഭയുടെ സവിശേഷതകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. വകുപ്പുകളിലൊക്കെ പിന്നീട് തീരുമാനമുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായാണ് SC/ST വിഭാഗങ്ങളിൽ നിന്ന് 2 പേർ മന്ത്രിമാരാകുന്നത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. 2 വനിതകൾ UDF മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നു. ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മന്ത്രിസഭയാണ് തന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കാൻ പോകുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെക്കലാണോ നടന്നത് എന്ന ഒരു ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായും നിശ്ചിതമായും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഏത് ഗ്രൂപ്പ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. തങ്ങൾ കൂട്ടായിരുന്ന് തീരുമാനം എടുത്തു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ മന്ത്രിസഭയുടെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം കൂടുതലായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒഴിവാക്കപ്പെട്ട നിരവധി പേരുണ്ട്. അതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നവരുണ്ട്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഉൾപ്പെട്ടതിനേക്കാൾ അർഹരായ ഒരുപാട് പേരെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിയുക്ത മുഖ്യമന്ത്രി കൂടി അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർ അത് അവരുടെ കഴിവുകേടൊന്നുമല്ല, പക്ഷെ ഇത്ര മാത്രമേ സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ VDയുടെ ടീം ഇറങ്ങുന്നത്, തന്റെ ടീം ഇറങ്ങുന്നത് എന്നതാണ് നിയുക്ത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടണം എന്ന ഒരു ഉപദേശം അദ്ദേഹം മാധ്യമങ്ങൾക്കും നൽകുന്നു. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തുണ്ടാകും. വിമർശനത്തിന് ആരും അതീതരല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നത് പിന്നീട് പറയാമെന്ന് പറയുന്നു. ഈ മന്ത്രിമാർ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനവും അത് പിന്നീട് അറിയിക്കും എന്നതാണ് VD സതീശൻ പറയുന്നത്. അതാണ് അതിന്റെ പ്രോട്ടോകോൾ എന്നതാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.